ഇന്നലെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരേ ബലരാമേട്ടനായിട്ടായിരുന്നു വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു കയ്യിൽ കലപ്പയും ഒരു കയ്യിൽ കുറച്ച് പൂക്കളൊക്കെയാണ് ഭഗവാൻ പിടിച്ചിരിക്കുന്നത്. ശരിക്കും ഏട്ടനായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ അലങ്കാരം വന്നപ്പോൾ എന്തായിരിക്കണം നിങ്ങളുടെ അടുത്ത് പറയേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് എല്ലാവരുടെ അടുത്തും ഒരു സന്ദേശമായിട്ട് പറയാനായിട്ടാണ്. ഇന്നലെ ബലരാമേട്ടൻ വന്നു. ഇതിന് മുൻപ് ഒരു ദിവസം കൂട്ടുകാരൊക്കെ ആയിട്ടാണ് ഭഗവാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭഗവാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്, ഭഗവാന്റെ കൂട്ടുകാർ തയ്യാറായി നിൽക്കുന്നുണ്ട്, ദേ ബലരാമേട്ടനും എത്തിയിട്ടുണ്ട്. അപ്പം ഇനി വെക്കേഷനിലേ വരുന്നത്, എല്ലാവരും കൂടെ പോന്നോളൂ, നമുക്ക് ഒരുമിച്ച് ഈ ഒരു വെക്കേഷൻ നന്നാക്കാം, നന്നായി കളിക്കാം, ഭഗവാനെ കാണാം, എല്ലാവരും ഗുരുവായൂർക്ക് പോന്നോളൂ എന്ന് തന്നെയാണ് പിന്നെയും പിന്നെയും പറയുന്നത് കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത, ഭഗവാൻ ഇന്നലെ കലപ്പയൊക്കെ പിടിച്ചിട്ടല്ലേ നിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഈ കലപ്പയ്ക്ക് എല്ലാവരും വരുമ്പോൾ സ്വീകരിക്കാനായിട്ട് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൂടാതെ കയ്യിൽ കലപ്പയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ രണ്ടുണ്ട് ഉപയോഗം. ഒന്ന്, ഇങ്ങനെ വെറുതെ തരിശായിട്ട് കിടക്കുന്ന ഭൂമി നന്നായി ഉഴുതു മറിച്ചിട്ട് അതിനെ കൃഷിയോഗ്യമാക്കി തീർക്കുകയാണ് ചെയ്യണത്. പിന്നെ ഈ കലപ്പ കൊണ്ട് നല്ല തല്ലും കിട്ടും. ബലവാനാണ് ബലരാമേട്ടൻ. അപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് കുട്ടികൾ കുറുമ്പുകളൊന്നും കൂടുതൽ കാണിക്കാതെ, അതായത് മോശപ്പെട്ട രീതിയിലേക്ക് ഒന്നും പോകാതെ നല്ല രീതിയിൽ പോകണം എന്നാണ് പറയണത്. ഒപ്പം തന്നെ ഭഗവാൻ നമ്മുടെ അടുത്ത് പറയുന്നതേ, ഇപ്പോൾ വെക്കേഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ കൂടുതൽ സമയം കളിച്ച് നടക്കുകയല്ല, നന്നായി കളിക്കണം, യാത്രകളൊക്കെ പോകാനായിട്ട് സാധിക്കുന്നവർ അതിനൊക്കെ പോകണം. ഒപ്പം തന്നെ കുറച്ച് സമയം എന്തെങ്കിലും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ടും കൂടെ നീക്കി വയ്ക്കാം. ഇപ്പം എന്തെങ്കിലും പുതിയ സ്കില്ലുകൾ നമ്മൾ പരിചയപ്പെടുന്നത് വളരെ നല്ലതാണ്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഇപ്പോൾ ഉദാഹരണത്തിന് ചിത്രരചനയൊക്കെ പഠിക്കാനായിട്ട് പോകാം, അതുപോലെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ക്ലാസ്സുകൾക്കൊക്കെ പോകാം, അബാക്കസ് പോലെയുള്ള ട്രെയിനിങ്ങിനൊക്കെ പോകാം, നീന്തൽ പരിശീലിക്കാനൊക്കെ ആയിട്ട് പോകാം. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള സ്കില്ലുകളെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ കളിക്കുന്നതിനോടൊപ്പം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൂടെ നമ്മൾ സ്വന്തമാക്കിയിട്ട് പരിശീലിച്ചെടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഭാവിയിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ ഇന്നലെ എന്ത് പറയണം എന്ന് ആലോചിച്ച സമയത്ത് മനസ്സിൽ തോന്നിപ്പിച്ച കാര്യമാണ് ഈ ഒരു സന്ദേശം കുട്ടികളുടെ അടുത്ത് പറയൂ എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതെല്ലാവരുടെ അടുത്തും പറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും കളിക്കുന്നതിനോടൊപ്പം തന്നെ ഈ വെക്കേഷനൊക്കെ പ്രദമാക്കുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സ്കിൽസുകളും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് പഠിക്കാനായിട്ടൊക്കെ ഒന്ന് ശ്രമിക്കും കേട്ടോ. അപ്പം അതിനെല്ലാം ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കും. അതിനുവേണ്ടി തന്നെയാണ് ഗുരുവായൂരപ്പനും ഇവിടെ ഉള്ളത്. കളിക്കണം, ഒപ്പം പഠിക്കുകയും വേണം. പുതിയ കാര്യങ്ങൾ നമ്മുടെ പാഠ്യേതര വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതല്ല കേട്ടോ, അതല്ലാത്ത പുതിയ കാര്യങ്ങളൊക്കെ കുട്ടികളെല്ലാവരും പഠിക്കാനായിട്ടും ശ്രമിക്കുക. മാതാപിതാക്കളും അങ്ങനെയൊക്കെ അവർക്ക് പരിചയപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പോകുമ്പോഴാണ് മനസ്സിലാകുക, നമുക്ക് ഇതിനോട് താല്പര്യമുണ്ടോ, നമുക്കിത് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ശ്രമിക്കുക കേട്ടോ. അപ്പം അതും കൂടെ ഈ ഒരു അലങ്കാരത്തിനോടൊപ്പം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കലപ്പയും പൂക്കളും ഒക്കെ ആയിട്ട് പിടിച്ചു നിൽക്കുന്ന, ബലരാമേട്ടനായിട്ട് നിൽക്കുന്ന ഭഗവാന്റെ രൂപം നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ.